ഹലോ, രാധേ രാധേ, സുഖമല്ലേ എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. സംഭവം ഇന്നത്തെ ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ട് ഞാൻ പഴയ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സംഭവം മിഠായി കൊടുക്കലിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നേനെ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ. എന്താ പറയുക, നിങ്ങളോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു സംഭവം പെർമിഷൻ ഇല്ല ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. സംഭവം ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ്, അപ്പോൾ ഇനി ചെക്കനൊക്കെ കാണിച്ചാലും കുഴപ്പമില്ല, കല്യാണം കഴിയുന്ന മുമ്പേ കല്യാണത്തിൻ്റെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്യാഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോസ് ഷെയർ ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മിഠായി കൊടുക്കലെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പോകണം കേട്ടോ. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഇത്തിരി ഡിലേ ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഇനി നോക്കാം സംഭവം ഞങ്ങൾ മിഠായി കൊടുക്കലിന് പോയപ്പോൾ എങ്ങനെയാണ് അവിടെ ഉണ്ടായത് സംഭവങ്ങളൊക്കെ കേട്ടോ. പിന്നെ ചെറിയ വീഡിയോ ആണ് കേട്ടോ. ക്യാമറമാനാണ് വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ ഓരോ ക്യാമറയിൽ എൻ്റെ മൈക്കൊന്നും കണക്റ്റ് ആവാത്തതുകൊണ്ട് സംഭവം ഞാൻ മൈക്ക് കണക്ട് ചെയ്തിരുന്നു, പക്ഷേ എനിക്കറിയില്ലായിരുന്നു മൈക്ക് പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് വോയിസ് തീരെ ഇല്ലെന്ന്. അങ്ങനെ കുറേ വീഡിയോസൊക്കെ എനിക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വന്നു. കാരണം വോയിസ് കൂടുതൽ കൊടുക്കാനൊന്നും എനിക്ക് കഴിയലില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ വീഡിയോസൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി. പിന്നെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് തരണം വീഡിയോ കണ്ടിട്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് എന്തെങ്കിലും ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അധികം നേരം വൈകാതെ ഇനി വീഡിയോ നോക്കാം കേട്ടോ. ഫങ്ഷൻ ഉള്ളിടത്ത് ഞങ്ങൾ എത്തിയിട്ടോ. ഝാസിയിലാണ് കേട്ടോ ഫങ്ഷന്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ കുറച്ച് നേരത്തെ എത്തി. ഇനി എന്താ പറയുക, 2 വണ്ടിയിലാട്ടോ ഞങ്ങളെല്ലാവരും വന്നത്. കുറേ പേരുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് 2 കാറാട്ടോ ബുക്ക് ചെയ്യേണ്ടി വന്നത്. ഈ പരിപാടി, മിഠായി കൊടുക്കൽ പരിപാടി ഝാസിയിൽ ഒരു ഹോട്ടൽ വെച്ചിട്ടാണ് കേട്ടോ നടക്കുക. ഈ ഹോട്ടൽ ബുക്ക് ചെയ്തത് ചെക്കൻ്റെ വീട്ടുകാരാട്ടോ. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച്, ഇതൊക്കെ ചെക്കൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആട്ടോ. പിന്നെ ഇവിടെ ഇരിക്കുന്നത് ഇവരെല്ലാവരും ചെക്കൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ. പിന്നെ ഈ വണ്ടിയിൽ കാണുന്ന ഫ്രൂട്ട്സും പലഹാരങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നതാട്ടോ ചെക്കൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്. നമുക്ക് കഴിഞ്ഞ അത്ര കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇത്രയാണ് കൊണ്ടുവന്നത് കേട്ടോ. ഇവർ കല്യാണച്ചെക്കൻ്റെ പെങ്ങളാണ് കേട്ടോ, സ്വന്തം പെങ്ങളാണേ. പിന്നെ ഈ വൈറ്റ് ഷർട്ട് ഈ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. പിന്നെ ഇവർ കല്യാണച്ചെക്കൻ്റെ അമ്മയാണ് കേട്ടോ. സംഭവം നാത്തൂൻ്റെ അമ്മായിയമ്മയാണ് കേട്ടോ ഇവർ. പിന്നെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ റിലേറ്റീവ്സാണ് കേട്ടോ, കല്യാണച്ചെക്കൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ ഇവരൊക്കെ. ഇവിടെ ഫുഡ് ഫെസിലിറ്റി ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി ഡിഷസൊക്കെ ഉണ്ടായിരുന്നത്. ഇവരാണ് കേട്ടോ കല്യാണച്ചെക്കന്, നാത്തൂൻ്റെ ഹസ്ബൻഡ് ഇവരാണ് കേട്ടോ. ഇനി പൂജ നടക്കാൻ പോവാണ് കേട്ടോ. ഈ പൂജയിൽ സംഭവം കല്യാണപ്പെണ്ണിൻ്റെ ബ്രദറും പിന്നെ കല്യാണച്ചെക്കനും ആണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡും പിന്നെ നാത്തൂൻ്റെ ഹസ്ബൻഡും രണ്ടാളും കൂടിയാണ് കേട്ടോ പൂജയിൽ ഇരിക്കുന്നത്. അങ്ങനെ പൂജ കഴിഞ്ഞിട്ടോ. ഇനി വേണമെങ്കിൽ കല്യാണത്തിൻ്റെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്യാം. പിന്നെ ഇതൊക്കെ കാണുന്നത് പെണ്ണിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. സംഭവം ഞങ്ങളെ വീട്ടിൽ നിന്നാണ് ഇതൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ചെക്കന് ചെയിനുണ്ട്, പിന്നെ പൈസയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതിൽ കാണുന്നത് എല്ലാ സാധനങ്ങളും ചെക്കന് ഉള്ളതാണ് കേട്ടോ. അങ്ങനെ ഇത് അവസാനത്തെ പൂജയാണ് കേട്ടോ നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ പൂജ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ. ഇനി വേറെ പൂജ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് ഞങ്ങളെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ചെയിനാണ് കേട്ടോ, സ്വർണത്തിൻ്റെ ചെയിനാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാനുള്ള സമയമായി, ഉച്ചയായിട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഫുഡ് വിളമ്പാണ്. സംഭവം കുറേ ഡിഷസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ എടുക്കാമെന്ന് ആലോചിക്കുക. ഇതിൽ പൂരി ഉണ്ട്, കച്ചോറി ഉണ്ട്, പിന്നെ റൈസ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട് കേട്ടോ. പിന്നെ പപ്പടം, പിന്നെ തന്തൂരി റൊട്ടി, പായസം, അങ്ങനെ ഒരുപാട് ഡിഷസ് ഉണ്ട് കേട്ടോ. സാലഡ് ഉണ്ട്. എല്ലാത്തിനും കുറച്ച് വിളമ്പിയപ്പോൾ ഇതാ 2ാമത്തെ പ്ലേറ്റിലാട്ടോ ഇപ്പോൾ വിളമ്പണേ. അങ്ങനെ കുറേ ഡിഷസ് ഉണ്ട് കേട്ടോ. ഇതിൽ കാണുന്നത് പനീർ കറിയാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് കാണുന്നത് ദാൽ ഫ്രൈ ആണേ. അങ്ങനെ ഫുഡ് വിളമ്പിട്ടോ. 2 പ്ലേറ്റ് ഫുള്ളായി. ഇനിയുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാത്തത് കേട്ടോ. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ എടുക്കും കേട്ടോ. ഫുഡ് വിളമ്പി കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ച് ചെക്കൻ്റെ വീട്ടുകാരെ കൂടെ ഇരുന്ന് കഴിക്കാമെന്ന് കേട്ടോ. അപ്പം അങ്ങനെ ഓരോ കൂടെ ഇരുന്ന് കഴിക്കുകയാണേ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവർ ചെക്കൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ. ചെക്കൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് ഇരുന്ന് കഴിക്കുമ്പോൾ ബോറടിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മെല്ലെ നീങ്ങി പോകുന്നു അവിടെ നിന്ന്. എന്നിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുക കേട്ടോ ഫുഡ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരമായിട്ടോ. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്.
കല്യാണച്ചക്കൻ്റെ ഭാഗത്തു നിന്നുള്ളവരെ എല്ലാവരും കാല് തൊട്ട് പൂജിക്കണം കേട്ടോ. കാരണം ഞങ്ങൾ പെണ്ണിൻ്റെ ഭാഗത്തു നിന്നായതുകൊണ്ട് സംഭവം ഞങ്ങളെ എന്താ പറയുക വാല്യൂ താന്നിട്ടാട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെക്കൻ്റെ ഭാഗത്തു നിന്നുള്ളവരെ സംഭവം ഓരോരുത്തരെയും കാല് തൊട്ട് ഞങ്ങൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. അങ്ങനെ കേട്ടോ ഇവിടുത്തെ ഒരു കൾച്ചർ കേട്ടോ. ഇനി നമ്മൾ ഒന്നാവാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്വീറ്റ്സ് തീറ്റിക്കുക കേട്ടോ. ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും കല്യാണച്ചക്കൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ. ഇനി കല്യാണച്ചക്കൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഒരു സംഭവം നമ്മളെ കാലൊന്നും തൊടൂല, എന്നാലും ഓർക്ക് കയ്യിൽ നിന്ന് അത്ര ഒരു റെസ്പെക്റ്റ് തരുന്നുണ്ട് കേട്ടോ. കുറിയൊക്കെ തൊട്ട് പിന്നെ ഓരോ ഭാഗമായിട്ട് കയ്യിൽ നിന്ന് സംഭവം ടവലും പിന്നെ മിഠായിയൊക്കെ തന്നിട്ട്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്തായാലും കമൻറ്റിൽ പറയണം കേട്ടോ. ചെക്കൻ്റെ വീട്ടുകാർ സംഭവം ഞങ്ങളെ ഭാഗത്തുനിന്ന് വന്ന എല്ലാവരും ഓരോരുത്തരും നല്ല പോക്ക് വെൽക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ലാസ്റ്റത്തെ പരിപാടിയായിട്ടോ നടക്കണേ. പോവാൻ നിൽക്കാട്ടോ ഞങ്ങൾ വീട്ടിലേക്ക്. പോകുന്ന മുമ്പേ എല്ലാവരും കൂടെ ഒരു സെൽഫി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ചെക്കൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ. എല്ലാവരും റിലേറ്റീവ്സും പിന്നെ അമ്മയും പെങ്ങളൊക്കെയാണ് കേട്ടോ അവർ. അങ്ങനെ ഓരോ കൂടെ നിന്നിട്ട് സെൽഫി എടുക്കട്ടോ. പരിപാടികളൊക്കെ കഴിഞ്ഞ് രാത്രിയായി. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് എത്താമെന്ന് അറിയില്ല. എന്തായാലും ഒരു 11:30-12 മണിക്കാവട്ടെ വീട്ടിലേക്ക് എത്താൻ. പിന്നെ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്തായാലും കമൻറ്റിൽ പറയണേ.